ഞാൻ ചോദിച്ചത് ബാക്കി സിംഹങ്ങളെയൊക്കെ ഒഴിവാക്കി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഞാനും എന്റെ സിംഹരൂപവും മാത്രമേ ഉള്ളൂ സ്ഥലത്ത്. ഈ രണ്ടിനും കൂടെ എനിക്ക് മാത്രമേ സെന്റർ ഓഫ് കോൺഷ്യസ്നെസ് ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു ഇന്ററാക്ഷന്റെ ആവശ്യമുണ്ടോ? അല്ല, മറ്റു സൃഷ്ടികളില്ലാത്തപ്പോ അതായത് മറ്റു സൃഷ്ടികളെ സൃഷ്ടിക്കുമ്പോഴാണ് ദൈവം ആ ഒരു രൂപത്തിൽ ഇറങ്ങി വന്നത്. അല്ലാതെ ദൈവം നിത്യമായിട്ട് പിതാവും പുത്രനായിട്ടിരിക്കുന്നെന്ന് ബൈബിളിൽ പറയുന്നില്ല. എവിടെ ബൈബിളിലുള്ള നിത്യമായിട്ട് പുത്രനും പിതാവും ഉണ്ടെന്ന് ഇവിടെ ബൈബിളിലുള്ള? പിതാവായ ദൈവം മനുഷ്യനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എലോഹിമിന്റെ രൂപത്തിൽ വരുന്നത് എലോഹിമുകളെ സൃഷ്ടിക്കുമ്പോഴാണ്, മറ്റെലോഹിമുകളുടെ ഒപ്പമാണ് അവൻ നിൽക്കുന്നത്. അതല്ലാതെ ദൈവത്തിനകത്ത് സൃഷ്ടികൾക്ക് മുന്നേ 3 വ്യക്തികളുണ്ടെന്ന് തൃത്വമാ പറയുന്നത് ബൈബിൾ അല്ല സഹോദര. ദൈവത്തിൽ ബഹുത്വമില്ല, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അപ്പൊ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ല അവിടെ. അല്ല, ഒരു ചോദ്യം ബൈബിൾ കൺസെപ്റ്റ് പ്രകാരം, പൗലോസിന്റെ ലേഖന പ്രകാരമാണെങ്കിൽ പിതാവും പുത്രനും എന്ന് പറയുന്ന ആ 2 പേഴ്സൺ നിത്യത വരെ അങ്ങ് നീണ്ടു നിൽക്കുന്ന രൂപത്തിലാണ്. നിങ്ങൾ പറയുന്നതിനോട് തുടക്കത്തിലില്ല എന്ന് നിങ്ങൾ വാദിച്ചാൽ നിത്യത വരെ ഈ സിംഹങ്ങളുള്ളത്രേ സമയം മുഹമ്മദ് സിംഹമായിട്ട് പ്രത്യക്ഷമായിരിക്കുന്ന പോലെ സൃഷ്ടികളുള്ളത്രേ സമയം ഈ സൃഷ്ടികളുടെ രൂപമായ എലോഹിമിന്റെയും ആത്മാവിന്റെയും രൂപത്തിൽ ദൈവം ഉണ്ടാവും. ഡെഫിനറ്റ് ആണ്, സൃഷ്ടികളുള്ളത്രയും സമയം. അപ്പൊ കുറച്ച് കഴിയുമ്പോ പുത്രനില്ല. കുറച്ച് കഴിയുമ്പോഴല്ല, സൃഷ്ടികൾ എന്നില്ലാതായി തീരുന്നു. സൃഷ്ടാവ് മാത്രമാവുന്ന സ്റ്റേജിൽ പുത്രന്റെ ആവശ്യം വരുന്നില്ല. സിംഹങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ മറ്റൊരു സിംഹമായിട്ട് ചുമ്മാ 2 സിംഹമായിട്ടിരിക്കാൻ, ഒരു മനുഷ്യനൊരു സിംഹമായിട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. മറ്റു സിംഹങ്ങളോട് താങ്കളെ കുറിച്ച് പറയാനല്ലേ താങ്കൾ സിംഹമാകുന്നേ. മറ്റു സിംഹങ്ങളൊന്നും ജീവിച്ചിരിപ്പില്ല, പിന്നെ താങ്കൾ ഒറ്റക്കോടെ സിംഹമായിട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ.